ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു കേക്ക് മാത്രമല്ല, പുഞ്ചിരിയും ആത്മവിശ്വാസവും സംസാരിക്കാൻ ധൈര്യവും നൽകുന്ന ഒരിടത്തേക്കുള്ള ചെറിയ ഒരു മധുരയാത്രയാണ്. എല്ലാ കേക്കും ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ കേക്ക് ചെയ്യുമ്പോൾ എനിക്ക് അതിനേക്കാൾ ഏറെ സന്തോഷം തോന്നി. കാരണം ഈ കേക്ക് ചെയ്യുമ്പോൾ എന്റെ മനസ്സിലുള്ളത് അവിടുത്തെ കുട്ടികളുടെ ചിരിയും സന്തോഷം തെളിഞ്ഞ മുഖവും ഒക്കെയാണ്. ഇന്ന് നമുക്ക് കേക്ക് കൊടുക്കാനുള്ളത് മണ്ണൂരുള്ള വേർഡ് വണ്ടേഴ്സിലേക്കാണ്. രണ്ടും 1 kg കേക്കാണ് കേട്ടോ. റെഡ് വെൽവെറ്റ് ഫ്ലേവറിൽ ഒരു റൗണ്ട് കേക്കും വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറിൽ ഒരു സ്ക്വയർ കേക്കും. വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ക്രിസ്മസ് തീമിലാണ് കേട്ടോ ചെയ്തത്. കേക്ക് ഫിനിഷ് ചെയ്ത ശേഷം സൈഡിലായിട്ട് ക്രിസ്മസ് ട്രീയും അതിന് മുകളിൽ ഓരോ ഗോൾഡൻ കളർ ഷുഗർ ബോൾസും വെച്ചു കൊടുത്തു. മിത ചേച്ചി നമുക്ക് തന്ന റെഫറൻസില് ഗോൾഡൻ കളറിലെ സ്റ്റാർ ഷേപ്പിലുള്ള സ്പ്രിങ്കിൾസ് ആയിരുന്നു കേട്ടോ. എന്റെ കയ്യിൽ അത് ഇല്ലാഞ്ഞിട്ടാണ് കേട്ടോ ബോൾസ് വെച്ചത്. പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ടോപ്പ് പോർഷനിലെ ഗ്രീൻ കളർ വിപ്പിംഗ് ക്രീം കൊണ്ട് ഒരു നോസിൽ ഡിസൈനും റെഡ് ഫോണ്ടന്റ് കൊണ്ട് മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്നും എഴുതിട്ടോ. അങ്ങനെ കേക്കിന്റെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആക്കിയേ. അതിനുശേഷം നമ്മൾ എടുത്തത് സ്ക്വയർ കേക്ക് ആണ് കേട്ടോ. എനിക്ക് പൊതുവെ സ്ക്വയർ കേക്കിനെക്കാളും ചെയ്യാൻ ഇഷ്ടം റൗണ്ട് കേക്കാണ്. കാരണം വേറൊന്നുമില്ല, സ്ക്വയർ കേക്ക് ചെയ്യുമ്പോൾ കോർണേഴ്സ് ഒന്നും അത്ര പെർഫെക്റ്റ് ആകാത്ത പോലെ തോന്നലുണ്ടാവും. സ്ക്വയർ കേക്കും നമ്മൾ കളറൊന്നും ചേർക്കാണ്ട് വൈറ്റ് കളറിലാണ് ചെയ്തത്. സെന്ററിലായിട്ട് വേർഡ് വണ്ടേഴ്സിന്റെ ലോഗോ വെച്ച് കൊടുത്തു കേട്ടോ. അത് പ്രിന്റ് എടുത്ത ശേഷം കട്ട് ചെയ്തിട്ട് വെച്ചതാണ്. അതിനുശേഷം അവരുടെ ലോഗോയുടെ കളർ തന്നെ ഫോണ്ടന്റ് ഉപയോഗിച്ച് 5th ആനിവേഴ്സറി എന്നും വേർഡ് വണ്ടേഴ്സ് എന്നും എഴുതിട്ടോ. ലോഗോയുടെ കളർ ഏകദേശം വന്നിട്ട് തോന്നുന്നില്ലേ? ഇത്രയും ചെയ്തിട്ട് നോക്കിയപ്പോ എവിടെയോ എന്തൊക്കെയോ ഇല്ലാത്ത പോലെ ഒരു ഫീല്. അങ്ങനെ ലോഗോയെ ഞാൻ ഒരു സർക്കിളിനുള്ളിലാക്കിയേ. അതിനുശേഷം കയ്യിലുണ്ടായിരുന്ന ലീഫ് ഒക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തു. ഇനി ഇതിന്റെ പണിയെടുത്താ ഉള്ളതും കൂടെ പോകുന്ന വിചാരിച്ച് ഡെക്കറേഷൻ ഒക്കെ അവസാനിപ്പിച്ചു കേട്ടോ. ഇനി നമുക്കിത് പാക്ക് ചെയ്ത് കൊണ്ടുപോയാലോ? പാക്ക് ചെയ്യുന്ന സമയത്ത് ലോഗോ സ്റ്റിക്കർ വെക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ പാക്ക് ചെയ്ത ശേഷം എന്റെ മാത്രം ഡെലിവറി ബോയായ മിസ്റ്റർ ആദർശ് മെച്ചേരിയും കൂട്ടി നേരെ പോവാണ് വേർഡ് വണ്ടേഴ്സിലേക്ക്. അങ്ങനെ പറഞ്ഞ സമയത്തിന് തന്നെ നമ്മൾ കേക്ക് എത്തിച്ചു. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നേ. അങ്ങനെ കേക്ക് ഒക്കെ കൊടുത്ത് ഞങ്ങളും തിരികെ പോന്നു. കേക്ക് കട്ട് ചെയ്തതിന് ശേഷം മിത ചേച്ചിയുടെ ഫീഡ്ബാക്ക് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി കേട്ടോ. ഹലോ അശ്വതി, താങ്ക് യു സോ മച്ച്. കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. വന്ന പേരൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടമായി. അവർ നന്നായിട്ട് കഴിച്ചു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഹോം മെയ്ഡ് കേക്കാണ്. അപ്പം കുറച്ചും കൂടെ പേരൻസിനാണെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാനൊരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ അധികം ആഡ് ചെയ്യണ്ട. പിന്നെ നമുക്ക് 2 തീമായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ക്രിസ്മസ് തീമും പിന്നെ ആനിവേഴ്സറിൻ്റെയും. എന്തായാലും രണ്ടും ലുക്ക് വൈസ് ആണെങ്കിലും ടേസ്റ്റ് വൈസും അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് കുട്ടികൾക്കാണെങ്കിലും ആ ക്രിസ്മസിൻ്റെ തീമിലുള്ളത് കുറച്ചും കൂടെ നല്ല ഇഷ്ടമായി. കാരണം അതിൻ്റെ ഒരു ലുക്ക് തന്നെ വേറെ തന്നെയായിരുന്നു. പിന്നെ കേക്ക് കട്ടിങ് വീഡിയോ ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അടിപൊളി.